നമസ്കാരം. അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. നൂറ്റാണ്ട് പഴക്കമുള്ള അരൂക്കുറ്റി ശ്രീ മാത്താനം ഭഗവതി ക്ഷേത്രത്തിലെ ഈ ആണ്ടത്തെ തിരുവുത്സവം മാർച്ച് 6 വ്യാഴാഴ്ച കൊടിയേറും. വൈകിട്ട് 6:32 ശേഷമുള്ള ശുഭമുഹൂർത്തത്തിൽ ബ്രഹ്മശ്രീ മാത്താനം അശോകൻ തന്ത്രികൾ തൃക്കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും. മഹത്തായ വൈദിക കർമ്മങ്ങളോടും ക്ഷേത്ര അനുഷ്ഠാന കലകളോടും കലാപരിപാടികളോടും കൂടി മാർച്ച് 14 വെള്ളിയാഴ്ച തിരുവാറാട്ടോടുകൂടി ഉത്സവം പര്യവസാനിക്കും. ദേവസ്വത്തിൻ്റെയും SNDP യോഗം 602, 608, 1013, 1140, 5296 എന്നീ ശാഖകളുടെയും ഭക്തജനങ്ങളുടെയും സംയുക്താഭിമുഖ്യത്തിൽ താലപ്പൊലികൾ, കലാപരിപാടികൾ, പള്ളിവേട്ട, പുഷ്പാലങ്കാരം, അന്നദാനം, അങ്ങാടിവരവ് എന്നിവ ഉത്സവ ദിവസങ്ങളെ അലങ്കരിക്കുന്നു. 9 ദിവസം നീളുന്ന ഉത്സവ ദിനങ്ങളിൽ കഥകളി, കൈകൊട്ടിക്കളി, ഏകാംഗ നാടകം, നൃത്തനൃത്യങ്ങൾ, ഓട്ടൻതുള്ളൽ, ഭക്തിഗാനതരംഗിണി, ചിന്തുപാട്ട്, ഗാനമേള, നാടകം, സർപ്പംതുള്ളൽ, തിരുവാതിര തുടങ്ങിയ കലാപരിപാടികൾ ഒരുക്കിയിരിക്കുന്നു. 8ാം ദിവസം പള്ളിവേട്ട മഹോത്സവ ദിനത്തിൽ 4 മണിക്കുള്ള കാഴ്ച ശ്രീബലിയിൽ കാഞ്ചി കാമകോടി പീഠം ആസ്ഥാന വിദ്വാൻമാരായ വൈക്കം ഷാജി, വൈക്കം സുമോദ് എന്നിവരുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ നാദസ്വരവും തുടർന്ന് മേളപ്രമാണി ചന്ദിരൂർ ദിനേശന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ പാണ്ടിമേളവും ഒരുക്കിയിരിക്കുന്നു. സ്ത്രീജനങ്ങൾക്ക് രോഗശാന്തി നേടാനുള്ള നീന്തൽ പോലെയുള്ള വിശേഷപ്പെട്ട ആചാരങ്ങളും വഴിപാടിനങ്ങളായി ഈ ക്ഷേത്രത്തിൽ നടന്നുവരുന്നു. മാർച്ച് 14 തിരുവാറാട്ടോടുകൂടി ഉത്സവം സമാപിക്കും. ഉത്സവ സംബന്ധമായ പത്രസമ്മേളനത്തിൽ ദേവസ്വം പ്രസിഡന്റ് M. മുരളീധരൻ, സെക്രട്ടറി മുകുന്ദൻ ആയിത്തറ, വൈസ് പ്രസിഡന്റുമാരായ KS സുജിത്ത്, KG ധർമ്മജൻ, ഖജാൻജി KP ദിലീപ് കുമാർ, തന്ത്രിമുഖ്യൻ അശോകൻ തന്ത്രികൾ എന്നിവർ സംബന്ധിച്ചു. യോഗത്തിൽ ഈ പ്രസ് മീറ്റിംഗിൽ പങ്കെടുക്കുന്നത് വൈസ് പ്രസിഡന്റ്, നമ്മുടെ ക്ഷേത്രത്തിൻ്റെ തന്ത്രികൾ ബ്രഹ്മശ്രീ മാത്താനം അശോകൻ തന്ത്രികൾ, ക്ഷേത്രത്തിൻ്റെ വൈസ് പ്രസിഡന്റുമാരായ സുജിത്ത്, ധർമ്മജൻ, ഖജാൻജി ശ്രീ ദിലീപ്, സെക്രട്ടറി ശ്രീ ആയിത്തറ മുകുന്ദൻ. നാളെ മാർച്ച് 6-ാം തീയതി വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷമാണ് കൊടി കയറുന്നത്. ബ്രഹ്മശ്രീ മാത്താനം അശോകൻ തന്ത്രി അവർ ആ ചടങ്ങുകൾ നിർവഹിക്കുന്നതോടൊപ്പം നമ്മുടെ തിരുവുത്സവ പരിപാടികൾ ആരംഭിക്കുകയാണ്. മാർച്ച് 14 തീയതി ആറാട്ടോടുകൂടി ചടങ്ങുകൾ പര്യവസാനിക്കും. ഒട്ടുമിക്ക ദിവസങ്ങളിലും വളരെ വിശേഷപ്പെട്ട കലാപരിപാടികൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. കൂടാതെ ആലപ്പുഴ ജില്ലയിൽ തന്നെ തലയെടുപ്പുള്ള ഒരു മഹത് ക്ഷേത്രമാണ് മാത്താനം ക്ഷേത്രം. മാത്താനം ക്ഷേത്രത്തിലെ തിരുവുത്സവ ചടങ്ങുകൾ, വൈദിക ചടങ്ങുകൾ ലോക പ്രസിദ്ധമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. രാത്രി 10 മണിക്ക് എല്ലാ ദിവസവും കലാപരിപാടികൾ അവസാനിപ്പിക്കുന്ന രീതിയിലാണ് പരിപാടികൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 3 മണിക്കൂർ കൊണ്ട് കലാപരിപാടികൾ തുടങ്ങി അവസാനിപ്പിക്കേണ്ട ഒരു പ്രത്യേക നിയമം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പോലീസിൻ്റെ കർശനമായ നിർദ്ദേശങ്ങളും നടപടികളും അത് 10 മണിക്ക് പരിപാടി അവസാനിപ്പിച്ചില്ലെങ്കിൽ ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് തന്നെ ഭാരവാഹികളും കലാകാരന്മാരും വല്ലാത്ത സമ്മർദ്ദത്തിലാണ്. ഇതിനെതിരെയൊക്കെ പ്രതികരിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. പ്രധാന പരിപാടികൾ 9-ാം തീയതി പാല ബീറ്റ്സിൻ്റെ വിവേകാനന്ദൻ പ്രധാന ഗായകനായി പങ്കെടുക്കുന്ന പാല ബീറ്റ്സിൻ്റെ ഗാനമേള, പത്തനാപുരം ഗാന്ധി ഭവൻ്റെ ഒരു കലാസമിതിയുണ്ട്, അവരുടെ ഒരു യാത്ര എന്ന നാടകമാണ് 12-ാം തീയതി നടക്കുന്നത്. ആ വിശ്വാസത്തിൻ്റെ അനുസരിച്ചിട്ട് വെള്ളിയാഴ്ച തോറും ഒക്കെ ഭജനത്തിൽ മറ്റൊക്കെ വരുന്ന ഒരു രീതിയുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് മാധ്യമങ്ങളിൽ കൂടി നിങ്ങൾ കൂടുതൽ പ്രചരിപ്പിച്ചാൽ മാത്രമേ നമുക്കത് കൂടുതൽ ക്ഷേത്രത്തിലേക്ക് ഭക്തന്മാരെ ആകർഷിക്കുന്ന രീതിയിൽ ഉത്സവകാലത്ത് വിശേഷിച്ച് ഈ അവസരത്തിൽ പറയുന്നു.